വൺസ് അപ്പോൺ എ ടൈം എന്ന് എഴുതി കാണിക്കുന്നതിന്റെ അടിയിലൊരു ടാഗ് ലൈൻ ഉണ്ടല്ലോ, കലിപ്പനും കാന്താരിയും. അത് മാറ്റിയിട്ടേ ആ ധൃതരാഷ്ട്രം കാന്താരി എന്നാക്കിയാലോ? നമ്മൾ ഡെയിലി നത്തിങ് ചെയ്യുവാണെങ്കിലേ അത് പോസിബിൾ അല്ലേ? അതെങ്ങനെ ഇമ്പോസിബിൾ ആകും? വാച്യാർത്ഥത്തിൽ ഒന്നും ചെയ്യാതിരുന്നാല് അത് പോസിബിൾ ആകും. നീയൊക്കെ ഇവിടെ വന്നിട്ട് സത്യത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എത്ര എപ്പിസോഡുകളായി? 3 കൊല്ലായില്ലേ? നമ്മുടെ ഈ മലയാളികളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുള്ള ആരും മുഖത്ത് നോക്കി പറയും. അപ്പൊ എങ്ങനെ നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്യുന്നിട്ട്? I will try my level best. She will try her level best. ഞാൻ കേട്ട അതിനുള്ള കഴിവില്ല പോയിട്ടോ. അങ്ങനെയൊക്കെയാണ്. ഇതല്ല അല്ലേ? ഫ്രൈഡ് റൈസ് നൂൽ പുട്ടുതാ, കോഫി ഇട്ടുതാ, ബൂസ്റ്റ് ഇട്ടുതാ, ജ്യൂസ് ഒന്ന് സ്ട്രോ ഇട്ടുതാ. Once upon a time, once upon a time, once upon a time, once upon a time. ഹലോ, നമസ്കാരം. ഫൺസ് അപ്പോൺ എ ടൈമിന്റെ മറ്റൊരു രസഭരിതമായ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, ദിസ് ഈസ് ഫൺസ് അപ്പോൺ എ ടൈം, കലിപ്പനും കാന്താരിയും. ഫൺസ് അപ്പോൺ എ ടൈമിലെ കലിപ്പനും കാന്താരിയും കോംബോ എന്ന് പറയുന്നത് വളരെയധികം കോമ്പറ്റേറ്റീവ് സ്പിരിറ്റോട് കൂടിയതാണ്. ഇവരുടെ ഈ കോമ്പറ്റീഷനൊക്കെ ശേഷം ഇവർക്ക് കൈ നിറയെ സമ്മാനങ്ങൾ ലഭിക്കുന്നു. ആൻഡ് ഈ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വിദേശ വിദ്യാഭ്യാസത്തിന്റെ വിശ്വസ്ത വാതിലായ ഹാർവെസ്റ്റ് സ്റ്റഡി അബ്രോഡ്. ആൻഡ് നമ്മുടെ കലിപ്പനും കാന്താരിക്കും വേണ്ട സപ്പോർട്ട് നൽകാനും മെന്ററിംഗ് നൽകാനും ഒക്കെ നമുക്ക് 2 അടിപൊളി ജഡ്ജസ് ഉണ്ട്. നമുക്ക് അവരെ കൂടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് ഫസ്റ്റ് വെൽക്കം our ചീഫ് ജഡ്ജ്, the one and only രമേശ് പിഷാരടി. നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈമിന് വളരെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സെലിബ്രിറ്റി ചീഫ് ഗസ്റ്റ് ആൻഡ് ജഡ്ജ്, നമ്മുടെ സ്വന്തം കലാഭവൻ പ്രചോദേട്ടൻ. പിന്നെ ഒരു ഗുണ്ടയാണെങ്കിൽ കൂടി ഒരു തക്കുടു വാവയെ പോലെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം ഗുണ്ട രാഹുൽ കെ. എനിക്കൊരു സജഷൻ പറയാനുണ്ട്. എന്താ രാഹുൽ? ഞാൻ ഇത്ര നേരം ഇവിടെ ഒന്ന് ആലോചിച്ചതാണ്. എന്താ ഈ ഫൺസ് അപ്പോൺ എ ടൈം എന്ന് എഴുതി കാണിക്കുന്നതിന്റെ അടിയിലൊരു ടാഗ് ലൈൻ ഉണ്ടല്ലോ, ടാഗ് ലൈൻ ഉണ്ട്, കലിപ്പനും കാന്താരിയും. അത് മാറ്റിയിട്ടേ ആ ധൃതരാഷ്ട്രം കാന്താരി എന്നാക്കിയാലോ? കുഴപ്പമില്ല, നമുക്ക് ക്ഷമിക്കാം. അല്ല, ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് തമാശ ഇടയ്ക്കിടയ്ക്ക് കേട്ടില്ലെങ്കിൽ അദ്ദേഹം കലിപ്പനാവുന്നുള്ളത്. നിങ്ങൾ തമാശ പറയാത്തോണ്ടല്ല, ഞാൻ സ്വയം തമാശ പറയണത്. ഇപ്പൊ നമുക്ക് കലിപ്പായി പോകുന്നുള്ളത് എന്റെ പേടി. ചേട്ടന്മാരോട് ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? കാരണം ഓഫ് കോഴ്സ് എല്ലാവരെക്കാളും വളരെയധികം അനുഭവ സമ്പത്തുള്ളവരാണ് അവര്. അപ്പൊ എനിക്കൊരു ചെറിയ സംശയം. ഈ നത്തിങ് ഇസ് ഇമ്പോസിബിൾ എന്ന് പറയില്ലേ, കേട്ടില്ലേ? നത്തിങ് ഇസ് ഇമ്പോസിബിൾ, നമുക്ക് അടക്കാനൊക്കെ ഒന്നുമില്ല. അപ്പൊ ഈ നത്തിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നുമില്ല, വെറുതെ നത്തിങ്. നമ്മൾ ഡെയിലി നത്തിങ് ചെയ്യുവാണെങ്കിലേ, ഒന്നും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാലേ അത് പോസിബിൾ അല്ലേ? അതെങ്ങനെ ഇമ്പോസിബിൾ ആകും? വാച്യാർത്ഥത്തിൽ ഒന്നും ചെയ്യാതിരുന്നാല് അത് പോസിബിൾ ആകും. നീയൊക്കെ ഇവിടെ വന്നിട്ട് സത്യത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എത്ര എപ്പിസോഡുകളായി? 3 കൊല്ലായില്ലേ? അപ്പൊ അത് പോസിബിൾ ആണ് സത്യത്തിൽ. എല്ലാവർക്കും അത് മനസ്സിലായി, പ്രേക്ഷകർക്ക്. ഒരു കാര്യമില്ല അതിന്റെ. അയ്യോ, ഡയാന ഫാൻസ് എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഒരു തമാശ പറഞ്ഞതാണേ. ആ ഡയാന പറഞ്ഞ നത്തിങ് ഈസ് പോസിബിൾ എന്നുള്ള വിറ്റിന് തന്നെ നിങ്ങൾ കുറെ സ്മൈലി ഇട്ടിട്ട് ക്യൂട്ട്നെസ് ഓവർലോഡ് എന്ന് കമന്റ് ഇടണേ. ഇല്ല, എന്റെ പ്രേക്ഷകർ, എന്റെ ഫാൻസുകൾ ക്ഷമിക്കും. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ചളിയായിരിക്കാം, പക്ഷെ നല്ല ഫസ്റ്റ് ക്ലാസ് തമാശകൾ പറയാനായിട്ട് ഒരു കലിപ്പനും കാന്താരിയും ദേ റെഡിയാണ്. ലെറ്റ് മീ വെൽക്കം നിറ്റി ആൻഡ് മഹി. രണ്ടുപേർക്ക് വെൽക്കം. ഓക്കെ, മഹി വെൽക്കം ബാക്ക് അല്ലേ? നമ്മുടെ 3rd സീസണിൽ നിന്ന് ശേഷം മഹി വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞാൻ കേട്ടല്ലോ എന്തോ സിനിമയിലൊക്കെ അഭിനയം തുടങ്ങിയെന്നോ, അഭിനയിച്ചു അങ്ങനെ എന്തൊക്കെയോ. വാട്ട് വാസ് ഇറ്റ്? കഴിഞ്ഞ മാസം ഒരു സിനിമ ചെറിയൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൃഷാന്തില് പുരുഷപ്രേതം ആവാസവ്യൂഹത്തിന്റെ ഒക്കെ ഡയറക്ടറുടെ അടുത്ത മൂവിയിൽ അത്യാവശ്യം നല്ലൊരു ലീഡ് റോൾ ഉണ്ട്. മെയിൻ ലീഡ് അല്ലെങ്കിലും മെയിൻ ലീഡിന്റെ കൂടെയുള്ള ഒരു ലീഡായിട്ട്. അടിപൊളി. എന്താ പടത്തിന്റെ ടൈറ്റിൽ? സുങ്ഷുവിന്റെ സംഘർഷഘടന, ദി ആർട്ട് ഓഫ് വാർ. ഒരാഴ്ച എടുത്ത് പഠിക്കാം. അഭിനന്ദനങ്ങൾ. നല്ല ഡയറക്ടറാണ്, നല്ല സിനിമകൾ ചെയ്യുന്ന ആളാണ്. അതുപോലൊരു നല്ല ആൾക്കാരുടെ നല്ല പ്രൊജക്ടിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. സൂപ്പറായി കേട്ടോ. എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്? സിനിമ ഭയങ്കര ഒരു താല്പര്യമുള്ള മേഖല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓഡീഷൻ അല്ല,
നമുക്കൊരു ലൈവ് പ്ലേ ഉണ്ടായിരുന്നു, ഒരു ഡ്രാമ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവ് പ്ലേ. അപ്പൊ അത് കാണാൻ എന്തോ ഭയത്തിന് പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആൾക്ക് ഡയറക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടെടുത്തത്. മിടുക്കൻ. ഓക്കെ, വെരി ഗുഡ്. നെറ്റിയേ മൈക്ക് ഇതെന്നത് മൈക്ക് പറ എന്തൊരു എന്തു പറ്റി തൊണ്ടയ്ക്ക്? തൊണ്ടയ്ക്ക് 2 ദിവസം കൊണ്ട് സുഖമില്ല. സൗണ്ട് വരില്ല, എയർ മാത്രമാണ് ഉള്ളത്. അപ്പൊ എങ്ങനെ നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്യും? നെറ്റിയുടെ ചിരിയും കളിയും വരവൊക്കെ കണ്ടപ്പോ ഞാനിത് പ്രതീക്ഷിച്ചില്ലല്ലോ. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. വാട്ട്? She will try her level best. ഞാൻ കേട്ട അതിനുള്ള കഴിവില്ല, പോയിട്ടോ അങ്ങനെയൊക്കെയാണ്. ഇതല്ല അല്ലേ? തൊണ്ട ഇച്ചിരി പ്രശ്നമാണ്. എങ്ങനെ പറ്റിയത് അറിയില്ല, ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു. ഓക്കെ, റിഹേഴ്സൽ ചെയ്ത് പോയതാണോ അതോ ഇൻഫെക്ഷൻ ആണോ? പാട്ട് പാടി കാണും ചിലപ്പോ. അതുകൊണ്ടല്ലോ. അപ്പൊ നെറ്റി ഇന്നിപ്പോ വന്ന സ്ഥിതിക്ക് നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാം, പറ്റുന്ന പോലെയൊക്കെ നമുക്കത് ഭംഗിയാക്കി വിടാം. പിന്നെ അത് കഴിഞ്ഞാൽ നല്ല വോയിസ് റെസ്റ്റ് എടുക്കുക, തൊണ്ട സംരക്ഷിക്കുക, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. മോളെ, ഈ തൊണ്ടയും ഗുണ്ടയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് എന്താണെന്ന് ഈ ഗുണ്ട സാറ് പറഞ്ഞുതരാം. ആയിക്കോട്ടെ. അതായത് നമ്മൾ ഈ തൊണ്ട ഇല്ലാതെ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ആയുധമില്ലാതെ നിൽക്കുന്ന ഒരു ഗുണ്ടയുടെ അവസ്ഥയാണ്. ഒരു ഗുണ്ടയുടെ അവസ്ഥ എന്താണ്? ആയുധമാണ്. ആയുധമില്ലാതെ നിൽക്കുന്ന ഒരു ഇതാണ്. ഇപ്പൊ ഒരു ഗുണ്ട അവിടെ ചെന്നിട്ട് എടുക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല. കാരണം ഗുണ്ടയ്ക്ക് ശബ്ദം വേണം, അതൊക്കെ വേണം. അതുപോലെ നമ്മുടെ ഈ കണ്ടസ്റ്റന്റ് ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? നമ്മുടെ ശബ്ദമാണ്. വരുമ്പോ കുഴപ്പമില്ലായിരുന്നു, ഇവിടെ വന്നിട്ട് പറ്റിയത്. അതെ, അപ്പൊ ആ തൊണ്ടയെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. എനിവേ, അപ്പോൾ നിങ്ങൾക്ക് കോമ്പറ്റീഷന് മുൻപ് ചെറിയൊരു ചലഞ്ച് തരാൻ പോവുകയാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. ഇറ്റ് ഈസ് പാരഡി സോങ് ചലഞ്ച്. നമ്മുടെ കേശവ മാമനാണ് ഒബ്വിയസ്ലി ആ പാട്ട് പാടുന്നത്. അദ്ദേഹത്തിന്റെ പാട്ടിലുള്ള കഥയിൽ നിന്ന് 3 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയണം. ആരാണ് ഏറ്റവും കൂടുതൽ ഉത്തരം പറയുന്നത് അവരായിരിക്കും ഇവിടെ ആദ്യം പെർഫോം ചെയ്യുന്നത്. അപ്പൊ ലെറ്റ്സ് ഹാവ് പാരഡി സോങ് ചലഞ്ച്. കേശവ മാമ കലക്കി. അടിപൊളി പാട്ടായിരുന്നു കേട്ടോ, അടിപൊളി. ഹലോ ഗുണ്ടാ ഖാൻ, നമസ്കാരം. ഗുണ്ടാ ഖാനോ? അല്ല, ഞാൻ ഹിന്ദി ആയതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം പിടിച്ചെന്ന് പറഞ്ഞുള്ളൂ. രാഹുൽ ഖാൻ. അപ്പൊ നിങ്ങളെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ അമ്പലപ്പറമ്പിലും എല്ലാ സ്ഥലങ്ങളിലും പരിപാടി നടക്കണം, എവിടെയുണ്ട് അവിടെയൊക്കെ ഇപ്പൊ അടി ഉണ്ടാക്കാനുള്ള പ്രശ്നം. പാട്ടൊക്കെ പാടുന്നോടത്ത് അടി ഉണ്ടാക്കും. അതെ, പക്ഷെ ഇവിടെ നിങ്ങൾ വളരെ മനോഹരമായിട്ട് ആസ്വദിച്ച് കളിച്ചെന്നുള്ളതാണ് അവിടെ. അതല്ലേ എന്റെ ടെൻഷൻ ഫ്രീ ആയി. ആണല്ലേ? അല്ല, അടിപൊളി പാട്ടല്ലായിരുന്നാ? സന്തോഷം. ശരി, ഇനിയൊരു 3 അടിപൊളി ചോദ്യം കൂടെ വരാൻ പോവാണ്. ഓക്കെ, ആദ്യത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ചൂടാക്കി കൊടുക്കാത്തത് എന്ത്? മീൻ കറി. എന്ത് മീൻ കറി? എന്ത് മീനായിരുന്നു? ചൂടാക്കി തന്നില്ല. കരിമീൻ. യെസ്, കറക്റ്റ്. കരിമീൻ കറി. ശരി ഉത്തരം. അടിപൊളി, ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നു. ശരി, അടുത്തത്. ഏത് ദിവസമാണ് ഡിന്നർ ഉള്ളത്? സൺഡേ. സൺഡേ. കറക്റ്റ്, കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ്, കറക്റ്റ്. അപ്പോൾ 1-1 ഏജ്. അപ്പോൾ അടുത്ത ചോദ്യം വെരി ക്രൂഷ്യൽ. 3ാമത്തെ ചോദ്യം. കബാബ് തിന്നാൻ കൂടെയുള്ളത് ആര്? എന്ത് ചെയ്യും? രംശിയുടെ എന്ത് ചെയ്യും? 2 പറഞ്ഞു കഴിഞ്ഞു. എന്നാ വെറുതെ ഇവനോടൊരു ചോദ്യം. ഷവർമ തിന്നാൻ വന്നത് ആര്? ഷവർമ തിന്നാൻ വന്നതായിരുന്നു. തോറ്റു. മനു വർമ്മ. അപ്പോഴും ആർക്കും പോയിന്റ്സ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? എന്താ പോയിന്റ് ഇല്ലാത്ത? ഷിഹാബ് രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു. ഷിഹാബ് 2 പറഞ്ഞു. ഷിഹാബ് 2 പേര് ഒരുമിച്ചാണ് പറഞ്ഞത്. വ്യത്യാസമില്ലാണ്ട് ഒരു സെക്കൻഡ് പോലും, സ്പ്ലിറ്റ് സെക്കൻഡ് പോലും വ്യത്യാസമില്ലാണ്ട് 2 പേരും ഒരുമിച്ച് പറഞ്ഞു. ശരി, ശരി. എനിക്ക് തൊണ്ട ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം കലിപ്പം പറഞ്ഞോട്ടെ. My congratulations, you are performing first. All the best. നമസ്കാരം. ഇവിടെ എല്ലാവരും മലയാളികളല്ലേ? എന്നൊരു കൈയടിച്ചേ. മലയാളി പൊളിയല്ലേ? നമ്മുടെ ഈ മലയാളികളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുള്ള ആരും മുഖത്ത് നോക്കി പറയും, പക്ഷെ പറയേണ്ട ആളുടെ മുഖത്ത് നോക്കിയിട്ടല്ല, തൊട്ടപ്പത്തിന് ആളുടെ മുഖത്ത് നോക്കിയിട്ടാന്ന് മാത്രം കുറ്റം പറയാനേ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഈ വേദിയിൽ സിബിടാണ്ടാ നിൽക്കണമെന്ന് നോക്കി, നിങ്ങൾ അങ്ങോട്ടും പരസ്പരം പറയും, എടീ അവൻ സിബിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞാൽ മതി, ആ പ്രശ്നം തീർന്നു. പക്ഷെ അതിലൊരു എന്റർടൈൻമെന്റ് ഇല്ല. പിന്നെ നമ്മള് മലയാളികള് ഏടാൾക്കാരാ, മറ്റേ അല്ല. ഉദാഹരണത്തിന് ഗുണ്ടയുടെ പേരെന്താ? രാഹുൽ. പക്ഷെ നമ്മളെങ്ങനെ വിളിക്കുക? രാഹുലേ എന്നല്ല വിളിക്കുക. പിന്നെ
കുറച്ചുകൂടി ബഹുമാനം കൊടുത്തിട്ടാണെങ്കിൽ രാഹുലേട്ടാ എന്ന് വിളിക്കും. അപ്പൊ കുറച്ചധികം ബഹുമാനമാണെങ്കിൽ ഡയനാൻഡിയേ എന്ന് വിളിക്കും. പിന്നെ നമ്മൾ മലയാളികള് എമ്മിന്റെ ആൾക്കാരാ. ഇപ്പൊ ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പെമ്പിളാർക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവർ കോമൺ ആയിട്ട് തരുന്ന ഒരു റിപ്ലൈ ആണ് എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരിങ്ങനെ കുറ്റം പറയാനും പറ്റില്ല, കാരണം നമ്മുടെ മലയാളം ഭയങ്കര എക്സ്പ്രസീവാ. ഇപ്പൊ ഫോറിനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഞാൻ പറയും ഷീസ് പ്രഗ്നന്റ് എന്ന് പറയും. അപ്പൊ ഇവിടുന്ന് അമ്മ അല്ലെങ്കിൽ അച്ഛൻ പറയും കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയും. നമ്മളിവിടെ മലയാളികളാണെങ്കിൽ അവിടെ ചെന്ന് അവതരിപ്പിക്കാൻ പോണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അവളില്ലേ. അപ്പൊ ഇപ്പത്തെ എന്നിട്ട് അമ്മ ഈ കൊച്ചി വയറ്റിടന്നിട്ട് 10 മാസം കിടക്കണ സമയത്ത് എല്ലാ ബന്ധുക്കളുടെ അടുത്തും ചെന്ന് അമ്മ പ്രഗ്നന്റ് ഇത് കേട്ടിട്ട് എവിടെയെങ്കിലും ഒന്ന് ഛർദ്ദിച്ച് കളയണ്ടേ അങ്ങനെ. പിന്നെ ഫോറിൻ സാധനങ്ങളോട് ഈ മലയാളികൾക്ക് ഒരു പ്രത്യേക താല്പര്യ. ഫോറിൻ സ്പ്രേ, ഫോറിൻ മിഠായി, ഫോറിൻ പെണ്ണുങ്ങളുടെ ഐഡി, എന്തിന് ഞാനിന്ന് ഇപ്പൊ തന്നെ പോയ യൂറോപ്യൻ ക്ലോസറ്റ് വരെ. അപ്പൊ എനിക്കും ഉണ്ടായിരുന്നു ഒരു ഫോറിൻ സോൾമേറ്റ്. അപ്പൊ ഞങ്ങളുടെ ബന്ധം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പയും ബീഫും പോലെ ആയിരുന്നു. അപ്പൊ അവള് കപ്പയും ഞാനും ബീഫും ഇത് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ, നീ ഒരു കൈ അടിച്ചോ. അപ്പൊ നല്ല കപ്പയും ബീഫും ഇങ്ങനെ നല്ല രീതിയിൽ മിക്സ് ആയി പോയി, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും, നല്ല ഹോട്ട് ആൻഡ് സ്പൈസി ഒക്കെ ആയിരുന്നു. കുറച്ചറിയുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ കപ്പ ബീഫിന്റെ ഒപ്പം മാത്രമല്ല നല്ല ടേസ്റ്റ്, പോട്ടിയുടെ ഒപ്പം നല്ല ടേസ്റ്റാ, ചിക്കൻ പാർട്സിന്റെ ഒപ്പം നല്ല ടേസ്റ്റാ. അവസാനം ആ കപ്പ ഒരു പോർക്കിന്റെ ഒപ്പം തിരിച്ചുപോയി. എൻ്റെ വീട്ടിലുണ്ട് കുറച്ച് മലയാളികള്. എൻ്റെ അച്ഛൻ അമ്മ എന്നൊക്കെ പറയണത് ചെറുപ്പത്തിൽ എനിക്ക് തോന്നിയേക്കണം അവരൊരു മെജീഷ്യനാണ്. അപ്പൊ ഞാൻ 2 വയസ്സ് 3 വയസ്സുള്ള സമയത്ത് രാത്രി കിടക്കുമ്പോൾ അവരുടെ നടുവിലായിരിക്കും കിടക്കുക, കാലത്ത് എണീക്കുമ്പോൾ അപ്പൂപ്പിന്റെ അമ്മയുടെ നടുവിലാണ് എണീക്കുക. അപ്പൊ എനിക്ക് ഇതിന്റെ ട്രിക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്കൊരു അനീതി ഉണ്ടാക്കുമ്പോഴാണ് അതിന്റെ ട്രിക്ക് എനിക്ക് മനസ്സിലായത്. പക്ഷെ എൻ്റെ അച്ഛനമ്മേനേക്കാളും വലിയൊരു മെജീഷ്യനാണ് ഈ ഇരിക്കണത്. 3 മാജിക് അല്ല ഇതാണ് ഈ അടുത്ത് ലോക്ക്ഡൌണിൽ ചെയ്ത മാജിക്കിന് ഇപ്പൊ എത്ര വയസ്സായി? 3 വയസ്സ്. പിന്നെ നമ്മളെ ഇപ്പൊ എനിക്ക് ആദ്യത്തെ ഫോറിൻ ഗേൾ ഫ്രണ്ട് പൊളിഞ്ഞുപോയി. പിന്നെ എൻ്റെ വീട്ടിൽ അനീത്തി ഉണ്ട്, അവളെ കൊണ്ട് യാതൊരുവിധ ഗുണമില്ല. പക്ഷെ ആകെപ്പാടൊരു ഗുണം ഉണ്ടായി വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളിപ്പോ വിമൻസ് കോളേജിലാണ് പഠിക്കണത്. അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പെണ്ണുങ്ങളിലൊപ്പം ഇങ്ങനെ സ്റ്റാറ്റസ് ഇടും. അപ്പോൾ നൈസായിട്ട് ഈ വലിയൊരു കുട്ടീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ എന്തോന്നറിയില്ല, ആ കുട്ടിയുടെ ബർത്ത്ഡേ വന്ന സമയത്ത് അവളെനിക്ക് ആ കുട്ടിയുടെ കറക്റ്റ് കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നു. അപ്പം ഞാനത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് കൊടുത്തു. അത് ആ കുട്ടിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, ചേട്ടാ വീഡിയോ ചെയ്യാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റേ സലാം കാശ്മീർ പാപ്പ ആ ഒരു അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി തേർഡ് പാർട്ടി അനിയത്തി പോയി. പിന്നെ ഞങ്ങൾ പേഴ്സണലായിട്ടുള്ള ചാറ്റായി. ഇപ്പൊ ആ കുട്ടി കുറച്ചാൾ മുമ്പ് കുറച്ചുകൂടി ഫോട്ടോസ് അയച്ചെന്നിട്ട് പറഞ്ഞു ഇതും കൂടി ഒന്ന് എഡിറ്റ് തരാന്ന് ചോദിച്ചു. പിന്നെ വൈ നോട്ട് ചെയ്തു തരാന്ന് പറഞ്ഞു. തുറന്നു നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, അതായത് അവളുടെ സെക്കൻഡ് അവളുടെ ഫോട്ടോ ആയിരുന്നു. 3rd ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാണ്, ചേട്ടൻ എഡിറ്റ് സൂപ്പറാക്കി തരാൻ. പാപ്പ വേറെ രീതിയിലായി പോയി. അതുപോട്ടെ, നമ്മൾ തളരില്ല, ഒരിക്കലും തളരില്ല. സാധാരണ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ, പെണ്ണ് കിട്ടാത്തതാണല്ലോ. പക്ഷെ എൻ്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ പെണ്ണ് കയ്യിലിരിക്കുന്നില്ല. അപ്പൊ ഞാനും എൻ്റെ ചേട്ടനും നമ്മള് 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കൈത്തട്ടി ഇൻസ്റ്റാളായ ആപ്പാണോ ഞാൻ എന്നുള്ളത്. അപ്പൊ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് അതിരാത്രിയായി, ആ പാലൊക്കെ കുടിച്ച് ലൈറ്റൊക്കെ കെടുത്തി ചേച്ചി ചേട്ടനെ ഒരൊറ്റ കെട്ടിപ്പിടുത്ത ചേട്ടൻ കൊതറി മാറി. എന്നിട്ട് പറഞ്ഞു നീ എടുക്കാൻ അങ്ങോട്ട് ഫുട്ബോൾ അടിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ എന്ന്. ചേട്ടൻ ബസ്സിന്റെ കണ്ടക്ടറാണെന്നൊന്നും അറിയില്ല, ജോലിയോടുള്ള ഒരു പ്രത്യേക താല്പര്യത്വം അതങ്ങനെ പോയി. പിന്നെ ചേച്ചി ആലോചിച്ചപ്പോ ആദ്യത്തെ ദിവസം ക്രിക്കറ്റ് കളി, 2ാമത്തെ ദിവസം ഫുട്ബോൾ കളി, ഇവിടെ വേറെ സ്പോർട്സ് ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോ ചേച്ചിയുടെ പാട്ടിന് പോയി. അതങ്ങനെ പോയി. കൈയടിക്കണണ്ട, ഇതാണ് മലയാളികളുടെ വേറെ പ്രത്യേകത. മറ്റൊരാളുടെ വിഷമം പറയുമ്പോൾ ഇന്ന് കൈയടിക്കുക. അപ്പൊ അമ്മ പറഞ്ഞു പെണ്ണ് കിട്ടണമെങ്കിൽ ജോലി വേണം എന്ന് പറഞ്ഞു. ജോലി വേണമെങ്കിൽ പെണ്ണ് കിട്ടണം. പെണ്ണ് കിട്ടണമെങ്കിൽ ജോലി വേണം. പക്ഷെ നമ്മുടെ അവിടെ ജോലി വേണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. അത് വേറൊരു സാധനമായും നിങ്ങൾ കുറച്ച് കളയുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളില് ഇപ്പൊ എൻ്റെ വീട്ടില് ചേട്ടന്റെ പെണ്ണ് പോയി, എൻ്റെ പെണ്ണ് പോയി, അച്ഛനും അമ്മയും എന്തോ ഭാഗത്തിന് ഒരുമിച്ച് കഴിയണു. അത് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ട്. ആ സൈഡിൽ നിൽക്കലാണ് എൻ്റെ അച്ഛനും അമ്മയും. അപ്പൊ അവർക്കൊരു ഹായ് കൊടുക്കും. പ്രചോദേട്ടാ ഹായ്. വീട്ടിലിരുന്ന് ഹായ് തരും, കാരണം മലയാളികളെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പം. അവിടെ ആരും ഇല്ല, പ്രത്യേകിച്ച് ഇപ്പുറത്തെ ഒരു മലയാളി നിൽക്കുകയാണെങ്കിൽ അപ്പുറത്ത് സിമ്പിളായിട്ട് പറ്റിക്കാൻ പറ്റും. അപ്പം എൻ്റെ വീട്ടിലെ ബാത്റൂമിലെ കീടാണുക്കൾക്ക് ഒരു ലൈനുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വീട്ടിലൊക്കെ പൊളിഞ്ഞിരിക്കുക, പക്ഷെ അവർക്ക് ഒരു ലൈനുണ്ട്.
ഈ പെണ്ണുങ്ങളുടെ വീട് മാത്രം നോക്കി വരുന്ന ഒരാളില്ലേ, അബ്ബാസ് ഹാർപ്പിക്കിന്റെ. പുള്ളി എല്ലാ മാസം 1-ാം തീയതി ആകുമ്പോൾ വീട്ടിലേക്ക് വരും. എന്നിട്ട് ഈ വാഷ്റൂം മൊത്തം ഇങ്ങനെ അടിച്ച് കഴുകും. അപ്പൊ അങ്ങനെ 99.8% അങ്ങടാണ് കീടാണുക്കളെ കൊന്നുകളയാ. അപ്പൊ ഞാൻ വിചാരിക്കും ഇത്ര പവർഫുൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് ബാക്കിയുള്ള 2% കൂടി കൊന്നുകൂടെ എന്നുള്ളത്. നമ്മളെല്ലാ പരസ്യം കാണുമ്പോൾ മനസ്സിലാവും. പിന്നീടാണ് എനിക്ക് ആ നഗ്ന സത്യം മനസ്സിലായത്. പുള്ളി ബാക്കിയൊക്കെ ഒരു ആൺകീടാണുവിനും പെൺകീടാണുവിനെയാണ്. കറക്റ്റ് അടുത്ത മാസം 1-ാം തീയതി വരുന്ന സമയത്ത് ഈ ആൺകീടാണും പെൺകീടാണും കൂടി ഡിങ്കോളിഫൈ ചെയ്തിട്ട് വേണം ഫുള്ള് ഇതിങ്ങനെ പെറ്റ് വരിക. അതാണ് അതിൻ്റെ ഒരു ബിസിനസ് സ്റ്റാറ്റസ്. അപ്പോൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ മലയാളികളുടെ ഒരു ക്വാളിറ്റി ഉള്ളവരാണോ നിങ്ങൾ? എന്നെങ്കിൽ ഒന്ന് കൈയടിക്കാം. നിങ്ങളാരുമല്ല, ഇവർ രണ്ടാളാണ് യഥാർത്ഥ മലയാളികൾ. കൈയടിച്ചില്ല. കാരണം എന്താ, ഒരു മലയാളിയുടെ ഉയർച്ചയിൽ മറ്റൊരു മലയാളി ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യില്ല. ഇനി കഴിച്ചു ഇപ്പോഴും സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ കുറച്ച് പേർക്ക് ഇതിന് തോന്നിയിട്ടുണ്ടാവും എൻ്റെ ശബ്ദം ഒരു ജോസഫ് അന്നക്കുട്ടി ടച്ച് ഉണ്ട്. എന്താ ചെറുതായിട്ട് പാളി എല്ലാവരും തോന്നാറുണ്ട്. എനിക്കെങ്കിലും തോന്നിയില്ലടാ? ഇല്ലേ? നിങ്ങൊന്ന് കൈയടിച്ചൊന്നുകൂടി ലാസ്റ്റ് ആയിട്ട് ക്ലൈമാക്സ് ആയി. അപ്പോൾ ജോസഫ് അന്നക്കുട്ടി പറഞ്ഞ പോലെ ഇഫ് someone leaves from your life that's only for someone better to come എന്ന് പറഞ്ഞ പോലെ if someone leaves from this stage that's only for someone better to come. Thank you. മഹി നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതിന് ഇംപ്രൂവ്മെന്റ് ആണോ അപ്ഡേഷൻ ആണോ എന്തൊക്കെയൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. നല്ല എനർജി ലെവൽ, നല്ല പ്രസൻസ് ഓഫ് മൈൻഡ്, നല്ല രസമായിട്ട് എല്ലാവരും നല്ല ഹാൻഡിൽ ചെയ്ത് പറഞ്ഞു കോമഡി. ചേട്ടാ മഹി ഇതിനങ്ങ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയി. ഈ സ്റ്റേജുമായിട്ട് മഹി അതുപോലെ സിങ്ക് ആയി. മഹി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കഴിഞ്ഞ സീസണിൽ എലിമിനേറ്റ് ആയിട്ട് പോയൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അങ്ങനെ പോയ ആൾക്കാരെ കുറിച്ചൊക്കെ ഞാൻ ഇടയ്ക്ക് നോക്കും, ചിലരെങ്കിലും ഈ മേഖലയിലുണ്ടോ, വേറെ ചാനലുകളിലുണ്ടോ, ഇത് തൊഴിൽ ചെയ്യുന്നുണ്ടോ, ഇതോടെ അവരുടെ ഒരു എപ്പിസോഡ് അവർ നിർത്തിയോ എന്നൊക്കെ. മഹിയൊക്കെ പോയതിന്റെ ഒരു 10-20 മടങ്ങ് ഇരട്ടി ശക്തിയായിട്ട് ഇവിടെ വന്നു നിൽക്കുമ്പോൾ വലിയ സന്തോഷമാണ്. മഹി സൂപ്പറായിരുന്നു. മഹി നല്ല രസമുണ്ടായിരുന്നു, നല്ല വിറ്റുകളുണ്ടായിരുന്നു. മഹിയുടെ ഒരു പ്രോ ആയി മഹി. അല്ലാതെ ഇനി ഒരു മത്സരാർത്ഥിയായിട്ടല്ല മഹി നിൽക്കുന്നത്, ഒരു പ്രൊഫഷണലാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു സ്റ്റാൻഡപ്പ് കോമഡി പ്രൊഫഷണൽ നിന്ന് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്ത് പരിപാടി അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു ക്വാളിറ്റിയും ഈസിനെസ്സും എങ്ങനെയാണോ അത്രയും ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ ഇതായിക്കില്ല എന്ന് പറഞ്ഞിങ്ങനെ പെണ്ണുങ്ങളെ ചാറ്റ് ചെയ്യും വായിക്കും എന്ന് പറഞ്ഞല്ലോ. മാത്രമല്ല ഇപ്പം ഈ മനസ്സിലാവാത്ത ഇമോജി അയക്കും. അതെ 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 ഇങ്ങനെ ഇരിക്കുന്ന മുഖം ഇത് എന്താന്ന് പിന്നെ നമ്മൾ രണ്ടാമത് വിളിച്ചു വെക്കണം. കാരണം ഇതിനെല്ലാം ഒരു അർത്ഥമുണ്ട്. നമുക്ക് ഇതിന്റെ അർത്ഥം അറിയത്തില്ല. നമ്മൾ വിളിച്ചു ചോദിച്ചാൽ മാത്രമേ ഇതിന്റെ അർത്ഥം അറിയുള്ളൂ. അതുമല്ല ഇപ്പോഴത്തെ പരിപാടികളാണ് വളരെ ഗംഭീരമായി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ സ്റ്റേജ് അന്ന് എലിമിനേറ്റ് ചെയ്ത് പോയതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയായാലും ഇതിൽ തന്നെ നിന്ന് എനിക്കന്ന് ഒരു കണക്കിന് ഔട്ടായത് നന്നായി ഞാനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് കോളേജുകളിൽ ഇങ്ങനെ കോമ്പറ്റീഷനായിട്ടും ചില അർബൂറായിട്ട് ചില ഗസ്റ്റൊക്കെ ആയിട്ട് പോയി എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിലൊറ്റ ഫ്ലോറുണ്ട് മാത്രം. അങ്ങനെ നമ്മൾ മാക്സിമം ഞാനൊരു 10-30 സ്റ്റേജ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ 10 കിലോമീറ്ററും അത് കഴിഞ്ഞൊരു 50 കിലോമീറ്റർ വണ്ടി ഓടിച്ച ആളും 100 കിലോമീറ്റർ വണ്ടി ഓടിച്ച ആളും 1000 കിലോമീറ്റർ വണ്ടി അടിച്ച ആളുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. ഈ 1000 കഴിഞ്ഞാൽ പിന്നെ 5000 ഓടിച്ച ആളും 10000 ഓടിച്ച ആളും ഈ 1000 ഓടിച്ച ആളും ഒരേപോലെയാണ്. നമ്മൾ വേറൊരു ലെവലിലെത്തും. ആ ലെവൽ എത്താനേ പാടുള്ളൂ. മഹി ഓൾമോസ്റ്റ് ആ ലെവലിൽ എത്തിക്കഴിഞ്ഞു. മഹി ഗംഭീരമായി. മഹി ഇവിടെ എത്ര എപ്പിസോഡ് ചെയ്തു എന്നെനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും മഹിയുടെ ഈ പെർഫോമൻസ് കാണുമ്പോൾ മഹി ഒരുപാട് തഴക്കവും പഴക്കവും പയറ്റിയ ആളാണ് എന്ന രീതിയിലാണ് ചെയ്തത് ഇവിടെ. കാര്യം വെച്ചാൽ നമ്മളൊരു പ്രോഗ്രാം ഒന്ന് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയും. അതായത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ എപ്പോൾ കൈയടിപ്പിക്കണം, എപ്പോൾ കൈയടിപ്പിക്കണ്ട, വീണ്ടും എപ്പോൾ കൈയടിപ്പിക്കണം എന്ന് സ്വയം തീരുമാനിച്ച് അവരെ കൊണ്ടൊരു യാത്ര മനോഹരമായിട്ട് ചെയ്തു എന്നുള്ളതാണ് മഹി. വളരെ രസകരമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ചില സൗണ്ടുകൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജോസഫ് അന്നക്കുട്ടിയുടെ സൗണ്ടുമായിട്ട് നല്ല സാമ്യമുണ്ട്. നമ്മൾ ചില സമയത്ത് ചില മോട്ടിവേഷൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൗണ്ട് പെട്ടെന്ന് നമുക്ക് കേൾക്കുന്നത് പോലെയാണ് ഈ പറയുന്ന മഹിയുടെ ശബ്ദം എന്ന് പറയുന്നത്. പിന്നെ എല്ലാ കൗണ്ടറുകളും നല്ല നല്ല രസമായിട്ട് ഇങ്ങനെ കോർത്തിണക്കി കൊണ്ടുപോകുന്നുള്ളതാണ്. ലാസ്റ്റ് അവരോട് പറഞ്ഞ സാധനം നിങ്ങൾ കൈയടിക്കില്ലെന്നറിയാം, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ മലയാളികൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിർത്തുന്നതും വളരെ രസകരമായിരുന്നു. അടിപൊളി. എനിക്ക് പറയാനുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ജോലി ചെയ്യുന്നത് ഗുണ്ടകളാണ്. കാരണം എത്ര ഉയർന്ന ശമ്പളമുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു 4 ചുവര് മതിലിൻ്റെ ഉള്ളിലിരുന്ന് ചെയ്യുക, ഒരേ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുക, ഒരേ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുക, ഒരേ ഹോസ്പിറ്റലിൽ ജോലി എടുക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. പക്ഷേ ഗുണ്ടകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 6 ഇടിയാണ് കൊള്ളണതെന്ന് പറയാൻ പറ്റില്ല, നാളെ 6 ഇടിയാണ് കൊള്ളണത്, നാളെ ഏത് സ്റ്റേഷനിലാണ് ചെല്ലുന്നത്, നാളെ
ആ ഏത് ലൊക്കേഷനിലായിരിക്കും കൊട്ടേഷൻ, അങ്ങനെ പല പല കൊട്ടേഷനുകളും ഇതൊക്കെയാണ്. അപ്പോൾ ഒരു ഗുണ്ട എന്നുള്ള നിലയിൽ ഞാൻ ജീവിച്ച ഏറ്റവും കൂടുതൽ വ്യത്യസ്തത അനുഭവിച്ച ആളാണ്. അപ്പം നിങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ചില ആളുകളൊക്കെ ചെയ്യുന്നതിന് എപ്പോഴും ഒരു അമ്മാവൻ, അമ്മായി, അങ്ങനെ നാത്തൂൻ, അവരെയൊക്കെ കളിയാക്കിയിട്ടുള്ള ഒരു സ്ഥിരം പാറ്റേൺ പിടിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമുകൾ സ്റ്റാൻഡപ്പ് കോമഡിയിൽ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വളരെയധികം വ്യത്യസ്തത കൊണ്ടുവന്നു, അതിനകത്ത് ഒരുപാട് വ്യത്യസ്തതകൾ കൊണ്ടുവന്നു. അത് നന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ വയലൻസ് ഒക്കെ അങ്ങനെ കുറഞ്ഞു പോയി. ഞാനിപ്പോൾ ഒരു നല്ലൊരു ക്ലിയർ മനുഷ്യനായിട്ടല്ലേ നിൽക്കുന്നത്. കുറച്ചുകൂടി നിങ്ങൾ കോമഡി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് കടിച്ചേനെ. അപ്പം അതൊക്കെ മാറി, നല്ല സൂപ്പറായിട്ട്. ഞാൻ വെച്ച് പറഞ്ഞ സംഭവത്തിൽ ഒരു കഥയുണ്ടായിരുന്നു, വേണമെങ്കിൽ പറയായിരുന്നു. ഞാനിപ്പോൾ നല്ല കുട്ടിയായിട്ട് നിൽക്കല്ലേ, അതുകൊണ്ട് പറയുന്ന കഥ ഏറ്റില്ലെങ്കിൽ ചെവിയിൽ കൈയിടരുത്, ഞാൻ വരണ്ടാവും. ഈ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഈ എം എന്നുള്ള അക്ഷരവും അല്ലെങ്കിൽ ല് എന്നുള്ള അക്ഷരവും കൂട്ടി സംസാരിക്കുന്നത് ആരാണെന്നറിയാമോ? അച്ഛന്മാരാ. ചില അച്ഛന്മാർ സംസാരിക്കുമ്പോൾ എന്ത് സംസാരിച്ചാലും അവസാനം ല് എന്നുള്ള ഇതുണ്ടാവും, ചന്ദ്രക്കല ഉണ്ടാവും. ഞാൻ ഉദാഹരണം പറയാം. ഒരച്ഛൻ പ്രസംഗിക്കുക, നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലോ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ചൊരിയുവാനായിട്ട് നമുക്ക് മുട്ടയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് പോകും. എല്ലാത്തിനും ചന്ദ്രക്കരയുടെ 50 ചന്ദ്രക്കര. രണ്ടാമത്തെ ആൾക്കാർ എന്ത് പറഞ്ഞാലും അവസാനം എം എന്നുള്ള അക്ഷരം കൂട്ടി സംസാരിക്കുന്ന അച്ഛന്മാരാണ്. എന്ത് പറഞ്ഞാലും അവസാനം എമ്മ. അത് എം പറഞ്ഞപ്പോൾ എനിക്ക് കത്തിയതത്. അവരിങ്ങനെയായിരിക്കും പ്രസംഗിക്കുക, നമ്മുടെയും കർത്താവായ ക്രിസ്തുവിൻ്റെയും നാമത്തിലും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേയും ഇറങ്ങി വരണമേ, അനുഗ്രഹങ്ങളും ചൊരിയണമേ, ആമേൻ. പിന്നെ വീട്ടിൽ പോയി എനിക്ക് ഇരിക്കണ്ട, വേറെ കൊണ്ട് വിൽക്കണ്ട. അല്ല, ഭയങ്കര അതിശയം തോന്നല്ലേ ഗുണ്ടയായിട്ട് ഇതൊക്കെ ഒബ്സർവ് ചെയ്യാനുള്ള സമയം എങ്ങനെ കിട്ടുന്നു? ഇത്രയും ഇന്നലെ പോയി, ഇപ്പൊ ഇന്നലെ ഗുണ്ടയായിട്ട് ഞാൻ വെറുതെ ഒരു ഗുണ്ടപ്പണിക്കും പോകാണ്ട് ഇന്നലെ തല്ല് കിട്ടി. എങ്ങനെ തല്ല് കിട്ടി? ഞാൻ ഈ അമ്പലത്തിലെ ശ്രീകോവിലിൽ പോയിട്ട് പള്ളിയാണെന്ന് കരുതി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അടുത്തൊരു നാരായണ ചേട്ടൻ അമ്പലത്തിൽ നിന്ന് തല്ല് കിട്ടി. ഞാനൊക്കെ ചെന്നപ്പോ എന്താണെന്നറിയോ, പുള്ളി ദീപസ്തംഭത്തിൽ നിന്ന് ബീഡി കത്തിച്ചെന്ന്. അതായത് ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുവാണല്ലോ, അപ്പൊ ദീപസ്തംഭം ഇവിടെ ഉണ്ട്. അങ്ങനെ പുള്ളി ആ ക്യൂല് നിപ്പുണ്ട്. അപ്പൊ പുള്ളി നോക്കിയപ്പോ ഇനിയും ഒരു അരമണിക്കൂർ ആവും നട തുറക്കാനും തോന്നിയപ്പോ പതുക്കെ പോക്കറ്റിൽ നിന്ന് ഒരു ബീഡി എടുത്തിട്ട് തീപ്പെട്ടി എടുക്കുന്നതിന് പകരം മഹി അപ്പോ വളരെ നല്ല കമന്റ്സ് ആണ്, നല്ല അഭിപ്രായമാണ് പെർഫോമൻസിന് കിട്ടിയിരിക്കുന്നത്. കീപ് ഇറ്റ് അപ്പ്, വെരി വെൽ ഡൺ. മാർക്സ് നമുക്ക് അറിയാം. ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. മറ്റൊരു രസികൻ സ്റ്റാൻഡപ്പ് പെർഫോമൻസുമായിട്ട് എത്തുന്നു കാന്താരി നിറ്റി. ഹലോ, നമസ്കാരം. ഞാൻ നിറ്റി. അപ്പൊ തള്ളേ, ഞാൻ പാറശാല ശാരദേക്കൻ്റെ മോൻ സെൽവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാടിനെ ഫേമസ് ആക്കിയ സുരാജേട്ടൻ്റെയും എൻ്റെയും സ്വന്തം നാടായ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ആറ്റുകാല അമ്മച്ചിയാണ് ഞാൻ ഇന്നിവിടെ തിരുവനന്തപുരം ഭാഷ പറയുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണ്? എനിക്കും നിങ്ങൾക്കും ഒക്കെ ഏറ്റവും അധികം വേണ്ടപ്പെട്ട ഒരാളിനെ പറ്റി പറയാനാ. പുള്ളിക്കാരനാണെങ്കിൽ വളരെ അന്തർമുഖനാണ്. പക്ഷേ പുള്ളിക്കാരന് ഒരുപാട് വിളിപ്പേരുകളൊക്കെ ഉണ്ട്. ഈ മ്യൂസിക് റിയാലിറ്റി ഷോ ഫേമസ് ആയതിനു ശേഷം പുള്ളിക്കാരന് ഏതാണ്ട് പോപ്പുലർ ആയിട്ടുണ്ട്. ആരാന്നല്ലേ? ഷഡ്ഡി. പച്ച മലയാളത്തിൽ പറഞ്ഞ നിക്കർ. എന്തെല്ലാം വെളിപ്പേരുകളാ പുള്ളിക്ക്! നിക്കർ, ചെട്ടി, ഇന്നർ, UW, ഇതൊക്കെ പോരാഞ്ഞിട്ട് എന്തെല്ലാം വെറൈറ്റികളാ! പൂക്കളുള്ളവ, വരയുള്ളവ, വള്ളി പിടിപ്പിച്ചവ, എന്തിന് വജ്രങ്ങൾ പിടിപ്പിച്ചവ, ഇതൊക്കെ ആരെ കാണിക്കാനാ? പക്ഷേ മലയാള സിനിമയിൽ ഇതൊക്കെ പുറത്തു കാണിക്കാൻ ചില പ്രമുഖ നടന്മാർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ലൈസൻസ് കിട്ടിയ ഒരേ ഒരാളേ ഉള്ളൂ, അത് സൂപ്പർമാൻ ആണ്. ഈ കുട്ടിക്കാലത്തുണ്ടല്ലോ, ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാ അച്ഛാ ഈ സൂപ്പർമാൻ ജെട്ടി പുറത്തിട്ടേക്കണേന്ന്. അപ്പൊ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞെന്തറിയോ, ഈ സൂപ്പർമാൻ എന്ന് പറയുന്നത് ഏതാണ്ട് ടാഴ്സനെ പോലെയാ. ഈ ഭാരിച്ച ജോലിയെ കിടക്കിൽ എപ്പോഴോ നിക്കറിൽ ഒരു ഓട്ട വീണു. ഈ ഓട്ട അടയ്ക്കാൻ വേണ്ടിയിട്ട് പുള്ളി അകത്ത് കിടന്ന നിക്കർ എടുത്ത് പുറത്തിട്ടതാണ്. മണ്ടൻ. ഞാനത് വിശ്വസിച്ചു. പക്ഷെ എൻ്റെ കൊച്ചേട്ടനുണ്ടല്ലോ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ നിക്കറിന്റെ ഒരു വള്ളിയും പിടിച്ച് മറ്റേ കയ്യിൽ സൈക്കിൾ ടയറും ഒക്കെ ഉരുട്ടി പാടവരമ്പിലൂടെ നടന്നു വരുമ്പോൾ ഉണ്ടല്ലോ,
ഒരു കല്യാണ പാർട്ടിക്കാരെതിരെ നടന്നു വരുന്നുണ്ട്. ഏതാണ്ട് പെണ്ണിന്റെയും ചെറുക്കന്റെ അടുത്തെത്തിയതും ഈ നിക്കർ ഊരി തറ വീണു. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. ഇനി ഇന്ന് വേണം എന്റെ കൊച്ചേട്ടൻ നിക്കറിടാൻ. ഒരുപാട് ഇമാജിൻ ചെയ്യണ്ട. അമ്മ കൊച്ചേട്ടന് വേറെ വള്ളി നിക്കർ തച്ചു കൊടുത്തു. നിങ്ങൾക്കൊരു കാര്യം ഓർമ്മോ? പണ്ടത്തെ പാളങ്കരയെ നിക്കർ ഇത് ഏറ്റവും അധികം ഇഷ്ടമുള്ള ആരക്കാരെന്നറിയോ? കുടിയന്മാരക്കാ. എന്തിനാണെന്നറിയോ? കുപ്പി തിരിഞ്ഞു വെക്കാൻ. ഈ നമ്മുടെ പേര് കൊണ്ട് പിടുകിടാ വെറുപ്പിച്ച പല ഗുണ്ടമാരും ഈ നിക്കർ മുണ്ട മടക്കി കുത്തിയ നമുക്ക് തോന്നണ എന്താ, ഇവരാ ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ എന്ന്. പക്ഷെ ഇപ്പോഴത്തെ ഫ്രീക്കന്മാരുടെ ഇടയിലുണ്ടല്ലോ, ഇത് ഏതാണ്ട് രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറി വന്നിട്ടുണ്ട്. അതാണ് ഈ നിക്കറിന്റെ കുഞ്ഞമ്മയുടെ മോൻ ബെർമുഡ. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ എടാ ഹരി, ഇയാള് പെട്ടെന്ന് അവസാനിപ്പിച്ചോ. എടുത്ത് ആ മുഴുവൻ മാറ്റർ പറയണ്ട. അല്ല, എനിക്ക് പറയണം. ആ ഓക്കെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ നിക്കർ കൊണ്ട് ഒരുപാട് പണി കിട്ടി എൻ്റെ അപ്പൂപ്പനാണ് കേട്ടോ. എൻ്റെ അപ്പൂപ്പൻ എന്ന് പറയുന്നത് പണ്ടത്തെ നിക്കർ പോലീസായിരുന്നു. എവിടെ ഒരു തൂങ്ങി വരണം ഉണ്ടായാലും ഈ പഞ്ചായത്ത് മുഴുവൻ നോക്കിയിരിക്കണ സമയത്ത് ഇതേ നിക്കർ ഇട്ട് അപ്പൂപ്പൻ ആ മരത്തിന്റെ മണ്ടേക്കറി ഡെഡ് ബോഡി അഴിച്ച് താഴെ ഇടുന്ന ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ നാട്ടുകാർ കൊടുത്ത നിവേദനത്തിന്റെ പ്രധാനമായിട്ടാണ് കേരള പോലീസിന് പാൻറ് അനുവദിച്ച് കിട്ടിയതും എൻ്റെ അപ്പൂപ്പൻ്റെ നാണക്കേട് മാറി കിട്ടിയതും. വേറൊരു കാര്യം നിങ്ങൾക്കറിയാമോ? ഈ നിക്കറിന് സ്ത്രീലിംഗവും പുല്ലിംഗവും ഒക്കെ ഉണ്ട്. സിൻഡ്രല്ല, ക്ലിയോപാട്ര, രോഷിണി, പേര് കേട്ടാത്തോന്ന് ഇത് കൈവരെ ഉപയോഗിച്ചിരുന്നതാണ്. ഇനിയുണ്ട് ബിഗ് ബോസ്, ബാറ്റ്മാൻ, ചാമ്പ്യൻ, ജോക്കി. ഈ പേര് കേട്ടാത്തോന്നൂല്ലേ? ഇതൊക്കെ പെണ്ണുങ്ങളെ വളയ്ക്കാൻ പറ്റിയ ഏറ്റവും മുന്തിയാനാണെന്നുള്ളത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. പിന്നെ എൻ്റെ അമ്മാമ്മയുടെ അഭിപ്രായം എന്താ അറിയോ? ഈ നിക്കർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഗവൺമെന്റ് പോലെയല്ല. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഊരി മാറ്റിയില്ലെങ്കിൽ ചീഞ്ഞു നാറും. പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിത് കടയിൽ പോയി വാങ്ങിക്കണമെങ്കിൽ അസാധ്യ തൊലിക്കെട്ടി തന്നെ വേണം. കാരണം എന്തറിയോ? ഓപ്പോസിറ്റ് സെക്സിലുള്ളവരെ മാത്രമേ ഈ തുണിക്കരക്കാലം അവിടെ നിർത്താറുള്ളൂ. ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ സൈസ് നമ്മളെക്കാൾ നല്ലോണം അറിയുന്ന അവർക്കുമാണ് കേട്ടോ. അവസാനം ഇവര് പറയുന്ന അതേ സൈസ് നിക്കറും എടുത്ത് നമ്മൾ വീട്ടിൽ വരേണ്ട. ഏതാണ്ട് കല്യാണം പോലെ. എന്താ പാകമായില്ലെങ്കിൽ തിരിച്ചു കടയിൽ കൊടുത്ത് മാറ്റി വാങ്ങിക്കാൻ പറ്റൂലല്ലോ. വേറൊരു കാര്യമുണ്ട്. ഈ നിക്കറ് ഇപ്പോഴത്തെ കോളേജ് പിള്ളേരെ വിചാരം എന്താണെന്നറിയോ? ഈ ചന്തയ്ക്ക് താഴെ കിടക്കുന്ന പാൻറിന്റെ ഇടയ്ക്കുള്ള നിക്കർ കണ്ടാലേ ഈ പെമ്പിള്ളേർ വളയുന്ന. ഇതും പോരാഞ്ഞിട്ട് ഈ കോളേജ് ബസ് സ്റ്റോപ്പിന്റെ മുന്നിലും ഈ ബസ്സിലൊക്കെ കയറിയിട്ട് 1 രൂപ കോയിൻ അങ്ങോട്ട് താഴേക്കിടും. എന്നിട്ട് കുനിഞ്ഞിതെടുത്തിട്ടൊരു ഭാവമുണ്ട്. വായിച്ചായിരുന്നോ? ബ്രാൻഡ് വീടൂല അല്ലേ എന്നുള്ളൊരു ഭാവം. അപ്പൊ ഇതെല്ലാം പോയിട്ട് വിട്ടു. നൈസ് നൈസ്, കുഴപ്പമില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ആൻറ്റി ഉണ്ട് കേട്ടോ. ഈ ആൻറ്റി ആണെങ്കിൽ ഏതാണ്ട് 2 ഡസൻ സാധനം ഉണ്ട്. പക്ഷെ ഈ ആൻറ്റി ഇത് കഴുകാതെ എല്ലാം കൂടെ ഏകദേശം 2 മാസത്തോളം സൂക്ഷിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വിശേഷ ദിവസം വരുന്നതിൻ്റെ അന്ന് ഇതെല്ലാം കൂടെ കഴുകി അങ്ങോട്ട് അശയിൽ നിരത്തി വിടും. ഈ മഴവില്ലിന്റെ ദൃശ്യചാരുത ആസ്വദിക്കാൻ ഞങ്ങളുടെ അവിടെയുള്ള ചുള്ളന്മാരെല്ലാം ഒത്തുകൂടാറുണ്ട് കേട്ടോ. വേറൊരു രഹസ്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാം. എൻ്റെ ഹസ്ബൻഡിന്റെ നിക്കറിന്റെ പേരെന്താ അറിയോ? നിറ്റീസ്. ഇതെങ്ങാനും നാട്ടുകാർ കണ്ടാ വിചാരിക്കില്ലേ ഞാൻ ഈ പുള്ളിക്കാരനെ സംശയമായിട്ട് പുള്ളിക്കാരൻ്റെ ഇതിൽ എഴുതി വിട്ടതാണെന്ന്? അല്ല കേട്ടോ. ഞങ്ങളുടെ ഡേ കെയറിൽ ഒരു മോളുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട എന്ത് സാധനം കിട്ടാലും അവളെ ബാഗിനകത്ത് എടുത്ത് വെക്കും. അപ്പൊ ഈ അടുത്തിടയ്ക്ക് അവളുടെ അച്ഛൻ്റെയും കൂട്ടുകാരനും പെണ്ണും കൂടെ അവളുടെ വീട്ടിൽ വന്നു. ഈ പുള്ളിക്കാരൻ അബദ്ധത്തിൽ നിക്കർ ഊരി അവരെ കട്ടിലിന്റെ പുറത്ത് വെച്ചു. ഈ പുള്ളിക്കാരി ഇത് അടിച്ചു മാറ്റി അവളുടെ ബാഗിലും വെച്ചു. ഇവളിത് ഡേ കെയറിൽ കൊണ്ടുവന്ന ആൻറ്റി ഇവളെ കുളിപ്പിക്കാനായിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞ് നിക്കർ ഊരി എടുത്ത് ഇടാൻ നോക്കുമ്പോഴാണ് ആ വലിയൊരാളിന്റെ നിക്കർ. നമ്മളെല്ലാവരും ചിരിച്ചു. നമ്മൾ വിചാരിച്ചു ഇത് അച്ഛൻ്റെ ആണെന്ന്. വൈകുന്നേരം അമ്മ വന്നപ്പോഴാണ് അറിയുന്നത് ഇത് അച്ഛൻ്റെതല്ല, അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ആണെന്ന്. ഈ മോളുടെ സ്വഭാവം ഈ വീട്ടുകാരക്കും ഫ്രണ്ടിനും അറിയാന്നുള്ളതുകൊണ്ട് ഒരു കുടുംബകലകം ഉണ്ടായില്ല. അതുകൊണ്ട് ഊരിയിടുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ നിക്കറിന്റെ പ്രാധാന്യത്തെ കുറിച്ച്? മനസ്സിലായില്ലേ? ഇത് ഇട്ടാലും ആരും അറിയില്ല, ഇട്ടില്ലെങ്കിലും ആരും അറിയില്ല. പക്ഷെ ഇത് ഇട്ടില്ലെങ്കിൽ ഉള്ള ആത്മവിശ്വാസം ഉള്ളു പോകും. നിറ്റി നല്ല രസകരമായ കൗണ്ടേഴ്സ് ഒക്കെ ആയിരുന്നു പ്രസന്റ് ചെയ്തത്. ഈ എന്തോ ഒരു 2 ദിവസമായിട്ട് ഈ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ഒരു പക്ഷെ ആ ഒരു കാര്യം കറക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇറ്റ് ഹാവ് ബീൻ റിയലി റിയലി നൈസ്. ചേട്ടാ നിറ്റി, നമ്മളിപ്പോ പ്രതിഫലമായിട്ട് വലിയ പൈസ മേടിച്ചൊരു വലിയ വേദിയൊക്കെ ആണെങ്കിൽ നമുക്ക് രക്ഷയില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഇതിപ്പോ അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. നിറ്റിക്ക് വേണ്ട റെസ്റ്റ് എടുക്കാമായിരുന്നു. എന്നിട്ട് നിറ്റി വാശിക്ക് ഒന്ന് തൊണ്ട കൈകൊണ്ട് പൊത്തി പിടിച്ച് തമാശ പറഞ്ഞിട്ട് എനിക്ക് ചിരിക്കണോ വേണ്ടയോ എന്നുള്ള
കൺഫ്യൂഷനിലായിപ്പോയി. അല്ല സാർ, എൻ്റെ ഒരു വാശിയായിരുന്നു ഈ കണ്ടന്റ് ഇവിടെ പറയണമെന്നുള്ളത്. ആണുങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റൂന്ന് ഒരു സജഷൻ വന്നപ്പോൾ വാശി കൊണ്ട് പറഞ്ഞതേ പക്ഷെ അത് ഇങ്ങനെ ആയിപ്പോയി. ആരാ അങ്ങനെ പറഞ്ഞ സജസ്റ്റ് ചെയ്ത്? അങ്ങനൊന്നുമില്ല. പിന്നെ അതൊരു കണ്ടന്റ് ആകുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനെ നമ്മൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് നിറ്റി ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ ഈ പറഞ്ഞതുപോലെ ആരാണ്ട് ഒരു ചെറിയ ഇത് ചെയ്തു വിട്ടു, ഈ കണ്ടന്റ് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നുള്ള പോലെ. നല്ല സ്ക്രിപ്റ്റ് കിട്ടിയ ദിവസം ഒച്ച പോയി. ഒച്ച ഉണ്ട്. അപ്പൊ വാണിജ്യറാമിന്റെ പാട്ടും പാടും. നിറ്റി നല്ല, ഞാൻ തമാശ പറഞ്ഞല്ല കേട്ടോ, നിറ്റി അനുകരിച്ച് പാട്ടൊക്കെ പാടുന്ന ആളാണ്. അത് പാടിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിറ്റി നല്ല രസമുള്ള കണ്ടന്റ് ആയിരുന്നു, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, അത്യാവശ്യം ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഈ പറഞ്ഞ സ്ട്രെയിൻ നിറ്റി തൊണ്ടയ്ക്ക് കയ്യും വെച്ച് ഇങ്ങനെ അവതരിപ്പിക്കുന്നത് ഇച്ചിരി കഠിനമായിരുന്നു. ഗംഭീരമായി. നിറ്റി ആ കോൺഫിഡൻസ് നല്ലൊരു കൈയടിയാണ് എനിക്ക്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, സൗണ്ട് വയ്യാതെ അത് പറഞ്ഞു. രണ്ടാമത്, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഇപ്പൊ നിറ്റി പറഞ്ഞ പോലെ വളരെ കൂളായിട്ട് അവതരിപ്പിച്ചെന്നുള്ളത്. അതായത് അവിടെ ഒന്നും മറച്ചു വെച്ചില്ല അല്ലേ? മറക്കാൻ ഉപയോഗിക്കുന്ന നിക്കറിനെ കുറിച്ച് ഒരു മറയില്ലാതെ നിറ്റി പറഞ്ഞു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് എൻ്റെ ഗുണവിശേഷങ്ങളെ കുറിച്ചും എല്ലാം പറഞ്ഞു. അത് ഗംഭീരമായിട്ട് തന്നെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകാതെ പറയുകയുണ്ടായി. പ്രത്യേകിച്ച് നിക്കർ കഥ നമുക്ക് ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമുള്ള കഥകളാണ്. കാര്യം സായിപ്പ് മറ്റേ വെള്ളപ്പൊക്ക സമയത്ത്, അത് വിശാലിന് കേട്ടോ എനിക്കറിയില്ല, സായിപ്പ് വെള്ളപ്പൊക്ക സമയത്ത് ലണ്ടനിൽ നിന്ന് ഇവിടെ വരികയും ഇവിടെ വന്ന പുള്ളി ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഒരാളിങ്ങനെ ഈ പാറക്കല്ലിൽ അദ്ദേഹത്തിൻ്റെ ഷഡ്ഡി ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുക. ഇയാൾ ഈ ഫോട്ടോ എടുത്തുകൊണ്ട് അവിടെ ചെന്നു, ലണ്ടനിൽ ചെന്നു മലയാളികളോട് ചോദിച്ചു. മലയാളികൾ പറഞ്ഞു, എങ്ങനെയുണ്ട്, ഞങ്ങളുടെ നാട് ഇഷ്ടപ്പെട്ടു? പുള്ളി പറഞ്ഞു, ഓ കേരള ഗോഡ്സ് ഓൺ കൺട്രി ഈസ് വെരി നൈസ്, വളരെ മനോഹരമാണ്, പക്ഷേ അവിടെയുള്ള ആണുങ്ങളെ സമ്മതിക്കണം. എന്നപ്പോൾ പുള്ളി വെച്ച്, എന്ത് പറ്റി? അവിടെ ഇവിടുത്തെ പോലെ അവിടെ പാറ പൊട്ടിക്കുന്നത് ഷഡ്ഡി ഉപയോഗിച്ചാണ്. അപ്പം പൊതുവെ നിക്കറിന് അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. ആ ഒരു കഥ കേട്ടിട്ടുണ്ടോ? ആ കഥ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? വിശാലിന് കേട്ടിട്ടുണ്ടോ? കുഴപ്പമില്ലാത്ത കഥ, വിജയകരമാണല്ലോ. കുഴപ്പമില്ല. അതാ ഞാൻ പെട്ടെന്ന് നോക്കിയാൽ രാഹുലിന് കുഴപ്പമില്ല. അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. കുഴപ്പമില്ല. ഇതുപോലെ ഈ ഷഡ്ഡി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഷഡ്ഡി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ജെട്ടി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് ഈ കുട്ടി കഥ പറഞ്ഞ് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് ഈ റെയിൽവേ സ്റ്റേഷനിലെ അനൗൺസ്മെന്റ് ആണ്. ഇത് റെയിൽവേ സ്റ്റേഷനിലെ അനൗൺസ്മെന്റ് നമ്മൾ കേട്ടിട്ടില്ലേ? തിരുവനന്തപുരത്ത് നിന്നും, അതെ മലയാളത്തിൽ പറയണത്, തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂർ വരെ പോകുന്ന എക്സ്പ്രസ് പല പല ടോണിലായിരിക്കും വരുന്നത്. പറഞ്ഞാൽ സൗണ്ടിങ്ങിന് പല പല വേരിയേഷൻ. പിന്നെ ദിലീപിന്റെ സിനിമ ഓർമ്മ വന്നു, മറ്റേ 2 countries. അതിനകത്ത് ഇംഗ്ലീഷ് പറയുമ്പോൾ ഇങ്ങനെ വായിൽ കൈയിട്ടോടെ ഇങ്ങനെ ഇംഗ്ലീഷ് പറയുന്ന മാതിരി ഞെക്കി പിടിച്ചിട്ട് പറഞ്ഞത് നന്നായി. അപ്പോൾ എന്തായാലും സൗണ്ടൊക്കെ വന്നു, നന്നായിട്ട് കോമഡി ഉണ്ടായിരുന്നു. എനിക്ക് ഇത്തിരി വയലൻസ് കുറഞ്ഞു കിട്ടി. അപ്പോൾ ഒരു മിമിക്രി ട്രൂപ്പ് ഇവിടെ നിന്ന് നേരെ ദുബായിൽ പരിപാടിക്ക് പോയി. അപ്പോൾ ഒരു വലിയ ഹോട്ടലിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ ഈ ജെട്ടി കാരണം അവരവിടെ ഹോട്ടലിൽ നിന്ന് ഇറക്കി വിട്ടു. കാരണം അവിടെ യൂറോപ്യൻസൊക്കെ താമസിക്കുന്ന ഒരു ഹോട്ടലായിരുന്നു. അപ്പോൾ അവിടെ പിറ്റേ ദിവസം കംപ്ലൈൻറ്റ്, സ്വിമ്മിംഗ് പൂളിൽ ചെന്ന് കഴിയുമ്പോൾ ഇതിനകത്തൊരു അംഗം, ആളുടെ പേര് പറയുന്നില്ല, അയാൾ കുളിച്ചതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ജെട്ടി കുത്തി പിഴിഞ്ഞെന്ന്. ഈ അനുഭവം എനിക്കറിയാവുന്ന അനുഭവമായതുകൊണ്ട് പഞ്ചവർണ്ണ തത്ത എന്ന് പറയുന്ന സിനിമയിലെ ചിരി എന്നുള്ള പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ചിരി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതിൽ സ്വിമ്മിംഗ് പൂളിന് വക്കത്തിരുന്ന് ധർമ്മജൻ ജെട്ടി കുത്തിപ്പിഴിയുന്നു ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കൊണ്ടുപോയി. ആളുടെ പേരും പറഞ്ഞു. അപ്പോൾ നിറ്റി, അപ്പാർട്ട് ഫ്രം യുവർ ഫിസിക്കൽ ഇഷ്യൂസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി വീണ്ടും ആരോഗ്യത്തോടെ തിരികെ വന്നിട്ട് മറ്റൊരു പെർഫോമൻസിലൂടെ വീണ്ടും എത്താം നമ്മുടെ ഷോയിൽ. മാർക്സ് കുറച്ച് കഴിഞ്ഞറിയാം. ഓൾ ദി ബെസ്റ്റ്. നിറ്റിക്കും മാഹിക്കും ലഭിക്കുന്ന മാർക്സ് എത്രയാണെന്നറിയാം. രമേശ് ഏട്ടാ? നിറ്റി 50-ൽ 45. 45 out of 50. പ്രജുദേട്ടാ? നിറ്റി 45. Again 45 out of 50. That makes 90 out of 100. അടിപൊളി, സൂപ്പർ, 90 മാർക്സ്. ഇനി മഹിയുടെ മാർക്സ് അറിയാം. 50-ൽ 48. 48. വെരി ഗുഡ്. പ്രജുദേട്ടാ? 50-ൽ 48. വീണ്ടും 48. That makes 96. 96 പോയിന്റ്സ് കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ മഹിയാണ് നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ. വൺസ് അപ്പോൺ എ ടൈം കലിപ്പനും കാന്താരിയും വിജയികൾക്ക് ലഭിക്കുന്നത് ഹാർവസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് നൽകുന്ന സമ്മാനം.
വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. എന്തായാലും എന്റെ പ്രേക്ഷകരെ ഞാൻ ഇനിയും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. അവർക്ക് വേണ്ടി അടുത്ത കോമ്പറ്റീഷൻ, നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസുകളൊക്കെ വരാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം അവർ കണ്ടസ്റ്റൻസ്. ആരാ? നിറ്റിമാണിയോ? നിറ്റി റെഡിയാണ്? നിറ്റിയും ഓക്കെ. അപ്പൊ പെർഫോമൻസ് ചെയ്യട്ടെ? പെർഫോമൻസ് കയറട്ടെ? മഹി റെഡിയാണോ? മഹി റെഡിയാണ്. മഹി വരും. പിന്നെ എൻ്റെ ഉഷേച്ചിയുണ്ട്, എൻ്റെ ചേച്ചിയും. ഓരോ സൂപ്പർവൈസർക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞ് സാറിനോട് ഒപ്പരമുള്ള ഫോട്ടോ എല്ലാം എടുക്കണേ. സൂര്യ സൂപ്പർവൈസറാണ്, പിന്നെ കുന്നോത്തുറമ്പ് പഞ്ചായത്തിൽ. ഇവര് ഈ ഭവിത ഈ വർത്താനം പറഞ്ഞു തുടങ്ങിയ നിർത്തത്തില്ല. അതുമല്ല, അവരെ പറ്റി പറഞ്ഞാലും കേൾക്കില്ല. ഇന്നലെ ഇവിടെ ഒരു 3-4 നമ്മുടെ കൂടെയുള്ള പിള്ളേർ മത്സരിക്കുന്നവർക്ക് കൂടെ വന്നിട്ട് എന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുക. അപ്പൊ എന്റെ ഇപ്പുറത്തൊരു, എനിക്ക് തോന്നുന്നു കാവ്യ എന്ന് പറഞ്ഞ കുട്ടിയാന്ന് തോന്നുന്നു, കുട്ടി ഇപ്പുറത്ത് നിൽപ്പുണ്ട്, ഈ പുള്ളിക്കാരത്തി ഇപ്പുറത്ത് നിൽപ്പുണ്ട്. അപ്പൊ കാവ്യ വന്നു ഉടനെ ഭവിത ചേച്ചി ഇപ്പുറത്ത് വന്നു ഫോട്ടോ എടുക്കാനായിട്ട്. ഉടനെ കാവ്യ ചോദിച്ചു, ചേച്ചി ഞാൻ ഒറ്റയ്ക്ക് ഒരു സിംഗിൾ എടുക്കട്ടെ എന്ന് വെച്ചാൽ ഇത് കേട്ടിട്ടില്ല. എനിക്ക് കണ്ണൂര് കൊണ്ടുപറ്റി ഫോട്ടോ എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഈ 3 പ്രാവശ്യം ചോദിച്ചു ഒരു സിംഗിൾ എടുത്തോട്ടെ എന്ന് വെച്ചപ്പോ ഒക്കെ ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ കാവ്യോട് പറഞ്ഞ്, ഇത് ഇവരെന്നോട് മിണ്ടിക്കൊണ്ടിരിക്കുമ്പം ഞാൻ കാവ്യോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇവരെടുത്ത് മാറട്ടെ. ഇപ്പൊ ഇത്രയും പറഞ്ഞു നിൽക്കുമല്ലേ. അത് കഴിഞ്ഞിട്ട് കാവ്യ എടുത്താൽ മതി. ഇപ്പൊ കാവ്യ പറഞ്ഞ, ചേട്ടാ ഇവര് പറഞ്ഞു തുടങ്ങിയാൽ നിർത്തൂല ചേട്ടാ, നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും കാവ്യയും കൂടെ ഇവരെടുത്തോട്ടെ, ഇവര് പറഞ്ഞു തുടങ്ങി. ഇതൊക്കെ മിണ്ടുമ്പോഴും പുള്ളിക്കാരത്തി എന്നോട് മിണ്ടിക്കൊണ്ടിരിക്കുക.